Hello my dear students, so welcome back once again to Basis Physics Classroom. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാം എടുക്കുമ്പോൾ 1 to 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണത്, ഡ്യുവൽ നേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഡ്യുവൽ നേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ദ എനർജി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. Okay, now the energy of an electromagnetic wave is expressed as an integral multiple of a quantum of energy known as a photon. Or we can write this as E is equal to h nu. E is equal to h nu, where nu is the frequency and നമുക്ക് ray optics നമ്മൾ പഠിച്ചിട്ടുണ്ട്. Nu frequency എന്ന് പറഞ്ഞാൽ c by lambda ആണ്. So E is equal to hc by lambda. ഇവിടെ h എന്ന് പറയുന്നത് Planck's constant ആണ്. h ന്റെ വാല്യൂ is 6.63 into 10 raised to minus 34 joules second. ഓർ ഇനി ഇലക്ട്രോൺ വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫോട്ടോണിന്റെ എനർജി, എന്താ ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. ഈ ഫോട്ടോണിന്റെ എനർജി നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ബെറ്റർ യൂണിറ്റ് ഇസ് ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ജൂൾ ഇസ് എ ബിഗ് യൂണിറ്റ് ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ വാല്യൂ വിൽ ബി 4.14 into 10 raised to minus 15 electron volt second. Okay, അപ്പൊ E is equal to hc by lambda or E is equal to h nu. അപ്പൊ ഈ ഫോട്ടോൺ എന്ന് പറയുമ്പോൾ ഫോട്ടോണിന്റെ കുറച്ചധികം പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്തു വെക്കണം. ഫോട്ടോണിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എടുക്കുമ്പോൾ അവന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് this is sum total of the energy possessed by all the photons. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? The total energy of an electromagnetic wave will be equal to the sum total of the energy possessed by all the photons. അപ്പോൾ sum total of energy possessed by each photon. Okay, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോട്ടോൺസിന് ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ്. Okay, but wavelength different ആയതുകൊണ്ട് different photons will have different energy. E is equal to hc by lambda. So different photons means different energy. മറ്റൊരു കാര്യം, വാക്യൂമിലാണെങ്കിൽ ഈ ഫോട്ടോൺസ് എല്ലാം ട്രാവൽ ചെയ്യുന്നത് സ്പീഡ് ഓഫ് ലൈറ്റിലായിരിക്കും, ഒരു സംശയം വേണ്ട. Okay, but if it is in some other medium, depending on the wavelength, ഓരോ ഫോട്ടോണിന്റെയും velocity will be different, but it will be less than the speed of light. Okay, ഇനി നമുക്ക് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ, ഐൻസ്റ്റീൻസ് റിലേറ്റിവിറ്റി E is equal to mc square യൂസ് ചെയ്ത് എങ്ങനെ ഇത് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അപ്പൊ E equal to mc square ആണ്. നമുക്കറിയാം E is equal to h mu ആണ്, പ്രശ്നമില്ലല്ലോ. E is equal to h mu ആണ്, അതുപോലെ E is equal to mc square ആണ്. Now how do you relate this? നമുക്ക് ഇങ്ങനെ എഴുതാലോ, mc is equal to h mu by c. പ്രശ്നമുണ്ടോ? ഇല്ല. mc mass into velocity. What is mass into velocity? Yes, mass into velocity is nothing but our momentum. അല്ലേ? mass into velocity is our momentum. അപ്പൊ ഇവിടെ മറ്റൊരു റിലേഷൻ നമുക്ക് കിട്ടും. എന്ത് റിലേഷനാ നോക്കിക്കേ, E is equal to hc by lambda ആണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, hc by lambda is equal to mc square. c to c ഒരു c പോയി, mc momentum ആണ്. So that will be equal to what? P is equal to h by lambda. മറ്റൊരു റിലേഷൻ നമുക്ക് കിട്ടി, momentum is equal to h by lambda. Okay, now ഒരു സർഫസിൽ ഒരു ഫോട്ടോൺ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കാം അവിടെ. ഒന്ന്, ഇറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ ദ സർഫസ്. രണ്ട്, ഇറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ബൈ ദ സർഫസ്. അപ്പൊ ഫസ്റ്റ് കേസിൽ ഇഫ് ഇറ്റ് ഇസ് അബ്സോർബ്ഡ് ബൈ ദ സർഫസ്, ഒരു ഫോട്ടോൺ സർഫസ് അബ്സോർബ് ചെയ്യുവാണെങ്കിൽ then we can say that the impulse, എന്താണ് impulse പഠിച്ചിട്ടുണ്ട്. what is that? It is equal to change in linear momentum. The impulse will be equal to, the magnitude of the impulse will be equal to hc by lambda. അത് അബ്സോർബ് ആണ് ചെയ്യപ്പെടുന്നതെങ്കിൽ. അതേസമയം അത് റിഫ്ലക്റ്റഡ് ആണെങ്കിൽ, if it is getting reflected by the surface, then we can write that the impulse will be, or the change in momentum will be equal to 2hc by lambda. Okay, അപ്പോൾ absorbed ആണെങ്കിൽ hc by lambda, reflected ആണെങ്കിലോ 2hc by lambda. Clear? Right. Now
അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പവർ ആണ്. പവർ ഓഫ് an electromagnetic wave. So പവർ എന്ന് പറയുമ്പോൾ പവർ will be equal to NH nu. ഇവിടെ n എന്ന് പറഞ്ഞാൽ it is the number of photons emitted by the source per second. Number of photons emitted per second ആണ് നമ്മുടെ n എന്ന് പറയുന്നത്, മറന്നുപോകല്ലോ കേട്ടോ. And based on this നമുക്ക് intensity പറയാം. And intensity is given by capital N H nu. Capital N H nu, nu is the frequency. Capital N H nu ആണ് നമ്മുടെ എനർജി ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെ? Capital N H nu. അപ്പൊ capital N എന്ന് പറഞ്ഞാൽ number of photons incident. Number of photons incident എവിടെ? Per unit area, per unit time. Number of photons incident on a surface area per unit time. Number of photons incident per unit area per unit time. അപ്പോൾ അതാണ് നമ്മുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇന്റൻസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to the intensity of the electromagnetic wave in vacuum half into epsilon 0 E naught square into C. ഓക്കെ, അപ്പൊ E naught എന്ന് പറയുന്നത് that is the electric field, peak electric field ആണ് അവിടെ. Or മറ്റൊരു ഫോം half 1/2 mu 0 B naught square into C. ഓക്കെ, now ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ E naught by B naught എന്ന് പറയുന്നത് which is E RMS by B RMS എന്ന് പറയുന്നത് that is actually equal to C, the speed of light. Okay, ഇനി ഇവിടെ മറ്റൊരു പ്രോപ്പർട്ടി that you have to remember is ഒരു ഫോട്ടോൺ ഒരു സർഫസിൽ ഇൻസിഡന്റ് ആകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, there can be complete transfer of energy. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സിൽ പറയുന്ന പോലെയല്ല, ഇവിടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കാം, അല്ലെങ്കിൽ നോ ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പൊ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കോംപ്റ്റൺ എഫക്ട് അത് ഇതിനൊരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുന്നത്, ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഫോട്ടോൺസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, which means it is not deflected by an electric or a magnetic field. ഓക്കെ, അപ്പോൾ ഡ്യുവൽ നേച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോണെ കുറിച്ചുള്ള ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ഇതിലേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ ആൻഡ് വി ആർ മൂവിംഗ് ഓൺ ടു ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ടാകുന്നത് എന്താണെന്ന്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ്, ഡീലിംഗ് വിത്ത് സംതിങ് ഡീൽ വിത്ത് ലൈറ്റ്, അല്ലെ? ഇലക്ട്രിക് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് കറന്റ് എന്തെങ്കിലുമൊക്കെയാണ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വെച്ചാൽ ലൈറ്റ് ഒരു സ്യൂട്ടബിൾ മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ ഇലക്ട്രോൺസ് ക്യാൻ ബി എമിറ്റഡ് ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ക്യാൻ കോസ് എ കറന്റ്. അതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചേംബർ എടുക്കാം. ഒരു ഗ്ലാസ് ചേംബർ, ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ചേംബർ, ഒരു ക്വാർട്സ് വിൻഡോ ഉണ്ട്. The light is coming here. ഇതൊരു ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് ആണ്. നമ്മൾ നേരത്തെ ചെയ്തു. ഒരു വേറൊരു പ്ലേറ്റ് ഒരു കാഥോഡ് ഇവിടെ വെക്കുന്നുണ്ട്. And we are actually giving a potential for that. Okay, ഇതാണ് നമ്മുടെ ഏകദേശം ഒരു arrangement. Now, what is happening here is when a light of suitable intensity falls on the surface of the metal. അപ്പോൾ ഒരു ലൈറ്റ് ഓഫ് suitable intensity. അപ്പൊ സ്യൂട്ടബിൾ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇന്റൻസിറ്റി മാത്രം നമ്മൾ ഓർത്താൽ പോരാ, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വേണം, ഒരു സർട്ടൻ മിനിമം ഫ്രീക്വൻസി. സോ വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഇന്റൻസിറ്റി ആൻഡ് ഓഫ് എ മിനിമം ഫ്രീക്വൻസി, ഈ മിനിമം ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആൻഡ് ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ലാംഡ നോട്ട്, which is the maximum wavelength possible. അപ്പൊ ഇതിനേക്കാളും വലിയ ഒരു വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്നാൽ അവിടെ എന്ത് സംഭവിക്കില്ല? അവിടെ എമിഷൻ നടക്കില്ല. അപ്പൊ mu 0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി. സോ വെൻ എ ലൈറ്റ് ഓഫ് mu 0 ഹാവിംഗ് എ ഫ്രീക്വൻസി mu 0, അറ്റ്ലീസ്റ്റ് മിനിമം mu 0 എങ്കിലും ഉള്ള ഒരു ലൈറ്റ് ഒരു സർഫസിൽ ഇൻസിഡന്റ് ആകുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ഈ ഇൻസിഡന്റ് എനർജി രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യും. ഒന്ന്, ഈ വർക്ക് ഫംഗ്ഷൻ എന്നൊരു ടേം ഉണ്ട് ഇവിടെ. നമുക്കറിയാം ഈ ഇലക്ട്രോൺ ഇവിടെ ബൗണ്ട് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗീവ് സം എനർജി there. അപ്പോ ഈ എസ്കേപ്പിന് നമ്മൾ കുറച്ച് എനർജി കൊടുക്കണം. ആ മിനിമം എനർജി നീഡഡ്, അതാണ് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ. E is equal to h mu 0 is equal to phi. Phi ആണ് നമ്മുടെ വർക്ക് ഫംഗ്ഷന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ ഈ മിനിമം എനർജി കൊടുത്താലേ ഈ ഇലക്ട്രോണിന് ഇവിടെ നിന്ന് എമിറ്റഡ് ആകാൻ പറ്റുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും വേണം. ഓക്കെ, ഇവിടെ നിന്ന് എമിറ്റഡ് ആയ മാത്രം പോരാ, ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണിന് ഇവിടെ എത്തണം. അവിടെ എത്താൻ എന്ത് വേണം? അവനൊരു കൈനറ്റിക് എനർജി വേണം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എനർജി h യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, h the energy we are giving will be used for first one, work function. Work function of the metal overcome ചെയ്യാൻ നമ്മൾ h0 യൂസ് ചെയ്യും. ബാക്കിയുള്ളത് will be converted into the kinetic energy of the particle mv square mass. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എനർജി രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, to overcome work function, രണ്ട്, to give the necessary kinetic energy. ഓക്കെ, അപ്പൊ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് കൈനറ്റിക് എനർജി it can actually vary from 0 to a KE max. ഒരു മാക്സിമം വാല്യൂ മുതൽ ഒരു 0 മുതൽ ഒരു മാക്സിമം വാല്യൂ വരെ അത് വേരി ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും എപ്പോഴും എന്ന് പറയാൻ പറ്റത്തില്ല. Depends on the radiation that is incident over here, and this radiation can either be visible or ultraviolet. No, absolutely no issues here, but minimum threshold frequency ഉണ്ടാകണം എന്ന് മാത്രം. Okay, now അപ്പൊ ഈ ഇലക്ട്രോൺ, ഈ ലൈറ്റ് ഇവിടെ ഒന്ന് ഇൻസിഡന്റ് ആയി, ഈ ഇലക്ട്രോൺസ് എമിറ്റഡ് ആകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത് ഇന്റൻസിറ്റിയും ഇവിടെ ഫോട്ടോ കറന്റ് തമ്മിലുള്ള റിലേഷൻ. ഇന്റൻസിറ്റി ആൻഡ് ഫോട്ടോ കറന്റ്. എന്താ ഈ ഫോട്ടോ കറന്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഇന്റൻസിറ്റി വീഴുമ്പോൾ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് അല്ലെ? ഈ ഇലക്ട്രോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് കാരണമുള്ള കറന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ കറന്റ്. Now the intensity of light and the photo current and intensity of light are directly proportional to each other. Orthiriga first point, the intensity is directly proportional to the photocurrent. The intensity is directly proportional to the photocurrent. Okay, അതാണ് നിങ്ങളോട് ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വേരി ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ photocurrent? ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ പൊട്ടൻഷ്യൽ കൊടുത്തില്ലെങ്കിലും ഈ നമ്മൾ കൊടുക്കുന്ന ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിന്, ഈ ലൈറ്റ് എനർജിയിൽ കുറച്ച് ഭാഗം കൈനറ്റിക് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ? ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്ത് ഇവരെവിടെ വരെ എത്താം ഇൻ നോർമൽ കേസസ്, വിച്ച് മീൻസ് ഈ പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും electrons can reach over there if they are having a light of sufficient wavelength is incident on the photosensitive material. Okay, now ഈ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂട്ടുമ്പോൾ even the electrons with a slightly lesser energy can be attracted over here. അപ്പൊ എനർജി കുറവുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് അട്രാക്ട് ആവും, ഇവിടെ എത്തും, ആൻഡ് കറന്റ് ഇസ് എസ്റ്റാബ്ലിഷ്. കറന്റ് മെഷർ ചെയ്യാൻ നമുക്ക് ഒരു അമ്മീറ്ററും വോൾട്ടേജ് അറിയാൻ നമുക്കൊരു വോൾട്ട് മീറ്ററും കൂടി കണക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും there is a value for the photocurrent. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് റിലേറ്റ് ചെയ്തൊന്ന് വരച്ച് നോക്കാം. ഫോട്ടോ കറന്റ് ആൻഡ് the potential. അപ്പൊ രണ്ടാമത്തത് ഫോട്ടോ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ. സോ ഐ എം റെപ്രസെന്റിംഗ് മൈ ഫോട്ടോ കറന്റ് along the y axis. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും ഇതിന്റെ പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും എന്ത് ഉണ്ടാവും? കറന്റ് ഉണ്ടാകും. സോ കറന്റ് ഓവർ ഹിയർ. ഇനി പൊട്ടൻഷ്യൽ വാല്യൂ കൂട്ടുമ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞ കറന്റിന്റെ വാല്യൂ കൂടും, പക്ഷേ only up to a certain value. കാരണം അത് കഴിയുമ്പോൾ it gets saturated and this is known as a saturation current. But stopping potential value കൂട്ടി കൊടുക്കുമ്പോൾ what is happening? The current increases but only up to a certain value known as the saturation current. Okay, ഇനി stopping potential value നമ്മൾ കുറയ്ക്കുകയാണെങ്കിലോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വാല്യൂ കുറയ്ക്കുക എന്ന് വെച്ചാൽ ആ പ്ലേറ്റ് നെഗറ്റീവ് ആക്കുക. നമുക്കറിയാം ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടു എ പോസിറ്റീവ് പ്ലേറ്റ്. അപ്പോ ആ പ്ലേറ്റ് നെഗറ്റീവ് ആക്കി എന്ത് പറ്റും? ഇലക്ട്രോൺസ് റിപ്പൽഡ് ആകണം അല്ലെ? അപ്പൊ റിപ്പൽഡ് ആകണം, പക്ഷേ they already have some energy അല്ലെ? ഈ എനർജി ഉള്ള ഇലക്ട്രോൺസ്, ഈ ഹൈ എനർജി ഉള്ള ഇലക്ട്രോൺസ് they will still try to reach over there. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മോർ ആൻഡ് മോർ നെഗറ്റീവ് ആക്കുമ്പോഴത്തേക്കും what happens is at a particular value known as V0 നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എത്തുമ്പോൾ what happens is the photocurrent becomes 0.
Even the fastest moving electron, even the electrons with the highest kinetic energy can no longer reach over there. And therefore we can write like this. Our condition, we can write like this. Kinetic energy max will be equal to EV0. Kinetic energy max will be equal to EV0. E is the charge of an electron, V0 is the stopping potential. Okay, അതുകൊണ്ട് നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്നറിയപ്പെടുന്ന ഇക്വേഷൻ ആണ് ഞാൻ ആദ്യം എഴുതിയത്. എന്ത്? H nu is equal to H nu 0 plus KE max. So this equation can be modified like this. H nu 0 plus EV0 എന്ന് നമുക്ക് എഴുതാം. Okay, അപ്പോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ the photo current becomes 0. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നത്, ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. So what we can do is നമുക്ക് ഇന്റൻസിറ്റി ഒന്ന് കൂട്ടി നോക്കാം. അപ്പൊ ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ ഫോട്ടോ കറന്റ് കൂടും അറിയാം അല്ലെ, which means the photo current increases. But it is observed that even though there is an increase in the photo current, there is no change in stopping potential. Appo for intensity മാറ്റിയാൽ, if intensity is changed, എന്ത് മാറില്ല? Again, no change in V0. അപ്പൊ ഇന്റൻസിറ്റി മാറ്റി എന്ന് വെച്ചാൽ എന്ത് മാറില്ല? V0 ന്റെ വാല്യൂ മാറില്ല. So intensity കൂട്ടിയാലും കുറച്ചാലും V0 remains the same. V0 remains the same. The reason is V0 value depends on the frequency. Intensity nalla depend ചെയ്യുന്നത് it depends on the frequency. Okay, അപ്പോൾ second condition ഓർത്ത് വെക്കുക, photo current and potential relation. Photo current ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ കൂടും, പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറില്ല. സ്റ്റോപ്പിംഗ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ കൂട്ടുമ്പോൾ ഫോട്ടോ കറന്റ് കൂടും, ബട്ട് ഇറ്റ് സാച്ചുറേറ്റ്സ്. കുറയ്ക്കുമ്പോൾ സീറോയിൽ അത് സീറോ ആകത്തില്ല, ബട്ട് അറ്റ് എ വാല്യൂ നോൺ ആസ് V0, which is the cut off for stopping potential, photo current becomes 0. Okay, ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കുന്നത്, എങ്ങനെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറ്റാം. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വാല്യൂ മാറ്റണമെങ്കിൽ we have to change the frequency. We have to change the frequency. About the frequency versus stopping potential. About frequency, it is observed that frequency mu1 greater than mu2 greater than mu3 ആണെങ്കിൽ, then the stopping potential, magnitude of the stopping potential will also be greater. Magnitude of the stopping potential will also be greater. Magnitude. Okay, അപ്പോൾ നമുക്കൊരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം. ഫ്രീക്വൻസി മാറ്റുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറും. That is what we can understand from here. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി, let's keep it a constant. ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി, I am keeping the intensity constant കേട്ടോ, ഇന്റൻസിറ്റിയെ മാറ്റുന്നില്ല. We have V01, we have V02, we have V03. This is for mu1, this is for mu2, and this is for mu3. The stopping potential value, as you can see, changes. Magnitude of the value increases with the increase in frequency. mu1 greater, mu2 greater, mu3. അവിടെ ഇന്റൻസിറ്റി ഞാൻ മാറ്റിയിട്ടില്ല. ക്ലിയർ? അപ്പൊ മൂന്ന് കണ്ടീഷൻസ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ബേസ് ചെയ്ത് the law of photoelectric effect നമുക്ക് കോയിൻ ചെയ്യാം. അപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ ഇൻഫർ ചെയ്ത കാര്യങ്ങൾ. ഒന്ന്, ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ കറന്റ് ആണ്. 2, ഒരു മിനിമം ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. 3, ഇന്റൻസിറ്റി മാറ്റിയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുമോ? മാറില്ല. 4, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറണമെങ്കിൽ frequency value has to change, and if the frequency is higher means the magnitude of the stopping potential will also be higher. ക്ലിയർ ആണല്ലോ? അതിന്റെ കൂടെ ചേർത്ത് ഓർക്കുക നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. And what was the equation once again? E is equal to H nu 0 plus half m v square max. അല്ലെങ്കിൽ മറ്റൊരു ഫോം H nu is equal to H nu 0. H nu 0 എന്ന് പറഞ്ഞാൽ നമുക്ക് phi എന്ന് എഴുതാം, വർക്ക് ഫംഗ്ഷൻ, plus half m v square max. At the stopping potential condition ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം H nu 0 plus EV0 എന്ന് എഴുതാം H nu. Or from here we can also write something like this. EV0 is equal to H nu minus H nu 0. Or you can write V0 is equal to H by E mu
minus h mu 0 by E. ഇത് ബേസ് ചെയ്ത് we can actually plot a graph between stopping potential and frequency. ഇത് എന്റെ stopping potential, ഇതെന്റെ frequency ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് നമുക്ക് ഏകദേശം ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ this will be minus h by v mu 0. Okay, minus h by v mu 0 and stopping potential value ഇത് v naught ന്റെ conditions ആണ്. Okay, ഈ value minus h by e mu 0 and the slope will be h by e. Slope എന്താണ്? h by e will be the corresponding slope. Clear? അപ്പോൾ ഈ മൂന്ന് conditions ഓർത്തു വെക്കുക along with Einstein's photoelectric equation, and you are bound to get at least one question from this region. Very, very important. Okay? അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം about de Broglie's equation. Okay. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു photoelectric effect എന്താണ്, ഫോട്ടോൺസിന്റെ കുറെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു. But I didn't tell you what is actually dual nature of matter and radiation എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞോ? ഇല്ല. ഡ്യുവൽ നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയേഷൻ എടുക്കുമ്പോൾ അവന് രണ്ട് നേച്ചർ ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്യുവൽ നേച്ചർ എന്ന ടേം അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസ് സിമ്പിളും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. And that is E is equal to h nu ആണെന്ന് നമുക്ക് അറിയാം. അതുപോലെ E is equal to hc by lambda ആണെന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മളത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ if energy is expressed in electron volt, നമുക്ക് ഇത് ഓർത്ത് വെക്കാം. This will be equal to 1240 divided by lambda in nanometer. അപ്പോൾ ഈ കിട്ടുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്, എനർജി കിട്ടുന്നത് ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. അപ്പൊ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ടിൽ is equal to 1240 by lambda in nanometer. അപ്പൊ പലപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന ലാംഡ നാനോമീറ്ററിലാവാൻ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആംസ്ട്രങ് ആകാം. ആംസ്ട്രങ് ആണെങ്കിൽ ഒരു അഡീഷണലേ ഉള്ളൂ, 12400 by lambda in ആംസ്ട്രങ്. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം കേട്ടോ, കാരണം ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ 6.610⁻⁻34 അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലും എളുപ്പമാണ് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പ്രോബ്ലം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം, hc by lambda അല്ലെങ്കിൽ E is equal to h nu എന്ന് പറയുന്നത് mc സ്ക്വയറിനോട് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ m is equal to h mu by c സ്ക്വയർ എന്ന് എഴുതാം. റൈറ്റ്, ഈ m നെ നമ്മൾ പേര് വിളിക്കും, we call this as the dynamic mass of the photon. എന്താ വിളിക്കുന്നത്? നമ്മൾ അതിനെ വിളിക്കുന്നത് dynamic mass of the photon എന്നാണ് വിളിക്കുന്നത്. അതുപോലെ remember that the rest mass of a photon is 0. The dynamic mass is given by this and the rest mass of a photon is 0. Okay, അപ്പൊ നമുക്ക് അടുത്തത് de Broglie's ഇക്വേഷനിലേക്ക് പോകാം. de Broglie's ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അതൊന്നുകൂടെ അതിന് ഡിഫറെന്റ് കേസസ് ആണ് ഇനി കാണാൻ പോകുന്നത്. de Broglie's ഇക്വേഷൻ. അപ്പൊ de Broglie കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന അതേ കണ്ടീഷൻസ് നമുക്ക് ഇലക്ട്രോൺസിനും മറ്റു മെറ്റീരിയൽസിനും നമുക്ക് യൂസ് ചെയ്യാം. which means lambda is equal to h by p is applicable for electrons and everything also. Okay, അപ്പോൾ lambda is equal to h by p എന്ന് പറയുമ്പോൾ നമുക്കറിയാം h എന്താണെന്ന് അറിയാം. എന്താ അത്? Planck's constant. p എന്താ? Momentum. So this can also be written as നമ്മുടെ de Broglie's equation നിന്ന് h by mv എന്ന് നമുക്ക് എഴുതാം. Right, now mv എന്ന് വെച്ചാൽ mass into velocity എന്നാണ് പറയുന്നത്. mv is mass into velocity, which is our momentum. Now we already know that kinetic energy എന്ന് പറഞ്ഞാൽ p square by 2m ആണെന്ന് നമുക്കറിയാം അല്ലേ. So here we can write lambda is equal to h divided by root of 2m into the kinetic energy. Now based on work energy theorem, work energy power chapter ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കാണാത്തവർ കാണുക. work energy theorem ബേസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? change in kinetic energy is equal to work done, and we know that work done is equal to qv. Electrostatics mentioned ആണ്, നോക്കുക. അപ്പോൾ this can also be written as h divided by root of 2m q ന് പകരം e യൂസ് ചെയ്തു v is the charge of an electron if it is an electron. Okay, അപ്പോൾ lambda is equal to h by root of 2m ke, ഒരു particular ഇലക്ട്രോണിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, is equal to h by root of 2m ev. Now ഇതിന്റെ വാല്യൂ ഇപ്പൊ ഇലക്ട്രോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ we get something like this. Lambda is equal to 12.27 divided by root v, and that is in Armstrong.
അതുപോലെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് √150/v. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ചില ക്വസ്റ്റ്യൻസിൽ ഇതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം. Armstrong. That is another way you can remember. അപ്പൊ നമ്മൾ ഈ എച്ചും എമ്മും ഇന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇലക്ട്രോണിന്റെ കേസിൽ മാസ് അറിയാം. മാസ് ഓഫ് ഇലക്ട്രോൺ എന്താ 9.1 × 10⁻31. ചാർജ് എന്താ 1.6 × 10⁻19. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന കണ്ടീഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? ഇനി മറ്റൊരു കാര്യം ഇവിടെ ഓർത്ത് വെക്കാൻ പറ്റുന്നത്, നമ്മുടെ ഒരു ഗ്യാസ് മോളിക്യൂൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് 3/2 kBT, അല്ലെ? kBT എന്ന് പറഞ്ഞാൽ Boltzmann constant. So based on this we can write the lambda value will be equal to h divided by root of, already നമ്മുടെ 2m ke ഉണ്ട് അല്ലെ? അപ്പൊ 2 cancel ആയി പോകും. That will be m kBT. with 3 ന്റെ കാര്യം മറക്കരുത്, 3m kBT. 3m kBT. ഇവിടെ kB എന്താ? kB is a Boltzmann's constant. ഒരു ഗ്യാസ് മോളിക്യൂൾ ആണെങ്കിൽ this is a condition we can use it. Clear? So I hope it's clear till now. അപ്പൊ നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ റേഡിയേഷൻ ആണ് പറഞ്ഞത്. അവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഓർത്ത് വെക്കണം. വെരി ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ, ഏകദേശം ഒരു 99% ഗ്യാരണ്ടി ആണ്. 2 ഡി ബ്രോഗ്ലിസ് വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലിസ് ഇക്വേഷന്റെ പല 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 ഇക്വേഷൻസ് ഓർത്ത് വെക്കണം. 3 ഫോട്ടോണിന്റെ എനർജി, ഫോട്ടോണിന്റെ ഇന്റൻസിറ്റി, ഫോട്ടോണിന്റെ ഇമ്പൾസ്, ആ കണ്ടീഷൻസ് എല്ലാം തന്നെ ഓർത്ത് വെക്കണം. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചാൽ തന്നെ ഇവിടുന്ന് വരാൻ പോകുന്ന 1 to 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സുഖമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. Okay, so I hope this class is clear for you. So in case you have any doubts at all, feel free to comment below. So till we meet with the next chapter, thank you.